മൻസൂർ അലിഖാൻ പട്ടോടി ക്യാപ്റ്റനായിരുന്ന കാലം മുതൽക്ക് ഈ ക്രിക്കറ്റ് സംബന്ധമായ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് സുനിൽ ഗാവസ്കർ, അതുപോലെ ഗുണ്ടപ്പ വിശ്വനാഥ്, ഏകനാഥ് സോൾക്കർ, ഫറൂഖ് എഞ്ചിനീയർ, പിന്നെ സ്പിൻ ബൗളർമാരായിട്ടുള്ള പ്രസന്ന, ചന്ദ്രശേഖർ, ബിഷൻ ബേഡി, ഇവരൊക്കെ കളിക്കുന്ന കാലമാണ്. പിന്നീട് ആ സ്ഥാനത്തേക്ക് പട്ടോടിയുടെ സ്ഥാനത്ത് ഗാവസ്കർ വന്നു ക്യാപ്റ്റനായിട്ട്. അതിനുശേഷം മറ്റ് പല ആളുകളും വന്നു. അപ്പോൾ ഈ വാർത്തകൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അന്ന് ക്രിക്കറ്റ് കളി എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. എന്തോ ഒരു കളി, കുട്ടിയും കോലും പോലെ എന്ന് ധരിച്ചിട്ടുള്ളൂ. പിന്നീട് ടെലിവിഷൻ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഹിക്മത്ത് മനസ്സിലായത്, എന്താണ് കളി. അപ്പോഴത്തേക്കും ദിലീപ് വെങ്സാർക്കർ, കൃഷ്ണമാചാരി ശ്രീകാന്ത്, മുഹമ്മദ് അസറുദ്ദീൻ മുതലായ ആളുകൾ വന്നു. രവിശാസ്ത്രിയെ പോലുള്ള ബൗളർമാർ വന്നു. നമ്മുടെ കപിൽ ദേവിനെ പോലുള്ള പേസർമാർ വന്നു. അപ്പോൾ പേസ് ബൗളിങ് സ്പിൻ ബൗളിങ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ കുറേശ്ശെ മനസ്സിലാവാൻ തുടങ്ങി. ഞാനൊരു ക്രിക്കറ്റ് ഭ്രാന്തനൊന്നുമല്ല. മാത്രമല്ല ഈ കാര്യത്തിൽ രാജ്യസ്നേഹവും കായിക മത്സരങ്ങളും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ആളുമല്ല. ഇന്ത്യ ജയിച്ചാലും തോറ്റാലും എനിക്ക് വലിയ സ്തോഭമൊന്നും ഉണ്ടാകാറില്ല. ഇന്ത്യ ജയിച്ചാൽ സന്തോഷം, ഇന്ത്യ തോറ്റാലും സന്തോഷം. നന്നായിട്ട് കളിക്കുന്ന ടീം ജയിക്കണം, മോശമായിട്ട് കളിക്കുന്ന ടീം തോൽക്കണം എന്ന് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. അതുകൊണ്ട് പാകിസ്ഥാൻ ജയിച്ചാലും ശ്രീലങ്ക ജയിച്ചാലും വെസ്റ്റ് ഇൻഡീസ് ജയിച്ചാലും ദക്ഷിണാഫ്രിക്ക ജയിച്ചാലും ഇംഗ്ലണ്ടോ ഓസ്ട്രേലിയയോ ജയിച്ചാലും ഞാനത് ഒരു തരത്തിലും വികാരാധീനനാകാറില്ല. ആരെങ്കിലും ഒരാൾ ജയിക്കണമല്ലോ എന്ന് കരുതി സമാധാനിക്കുകയാണ് പതിവ്. ഇപ്പോൾ ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ടീം നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. ഇന്ത്യൻ ടീം ദുബായിൽ പോയിട്ട് ഈ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 76 റണ്ണടിച്ച് മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ സത്യത്തിൽ എൻ്റെ ഹൃദയം തകർന്നു പോയി. സത്യത്തിൽ ഇന്ത്യ ജയിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ടായിട്ടില്ല. രോഹിത് ശർമ്മ 76 റണ്ണടിച്ചാലും എനിക്ക് സങ്കടം ഉണ്ടായില്ല. പക്ഷേ രോഹിത് ശർമ്മ ഇത്ര അധികം റണ്ണടിക്കും കളിയിലെ കേമനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ പാവപ്പെട്ട ഷമ മുഹമ്മദ് ഇതെങ്ങനെ സഹിക്കും എന്നാലോചിച്ചിട്ടാണ്. ഷമ മുഹമ്മദിനെ നമുക്കറിയാം, നല്ല വാഗ്ദാടിയുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരു യുവതി എന്ന് പറയാം. ഇവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും തെറ്റില്ലാതെ സംസാരിക്കും. കേൾക്കുന്നവർക്ക് ചെറിയ അസ്കിത ഉണ്ടാവും എന്ന് മാത്രമേ. അവർക്ക് യാതൊരു കൂസലുമില്ല. അവർ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളാണ്. വൈകുന്നേരം 9 മണിക്കും 8 മണിക്കൊക്കെ ടെലിവിഷൻ ചാനലുകളിൽ കോൺഗ്രസ് പാർട്ടിയെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്ന ആളാണ്. അവർക്ക് ക്രിക്കറ്റിലും വലിയ വിവരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് എപ്പോഴെന്ന് വെച്ചാൽ, ഈ രോഹിത് ശർമ്മയ്ക്ക് തടി കൂടുതലാണ്, പുള്ളി തടി കുറയ്ക്കണം. അതോടൊപ്പം തന്നെ പുള്ളി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും അൺഇംപ്രസീവായിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. അവർ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറയും. അവരൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇയാൾ തീരെ പോരാ, പുള്ളി ഈ പണി നിർത്തണം എന്ന രീതിയിൽ അവർ സംസാരിക്കും. അവരാദ്യം തന്നെ തടി കുറയ്ക്കണം എന്നും ഇയാളൊരു മോശം ക്യാപ്റ്റനാണെന്നും പറഞ്ഞപ്പോൾ പാകിസ്ഥാനിലുള്ള ആളുകൾ വരെ, ക്രിക്കറ്റ് പണ്ഡിതന്മാർ വരെ അങ്ങനെയൊന്നുമല്ല, രോഹിത് ശർമ്മ നല്ല കളിക്കാരനാണ് എന്ന് അഭിപ്രായപ്പെടുകയും അവരോടൊക്കെ അങ്ങനെയൊന്നുമല്ല, രോഹിത് ശർമ്മ വെറും കിഴങ്ങനാണ്, അയാൾക്ക് കളിയൊന്നും അറിയില്ല എന്നൊക്കെ നമ്മുടെ ഷമ മുഹമ്മദ് പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം അനുയായികളുള്ള മതം ഹിന്ദു മതമാണെന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. പക്ഷേ അത് ശരിയല്ല. ഇവിടെ ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്നത്, അവരുടെ മതം എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് മതത്തിൽ വിശ്വാസമുള്ള ആളുകളൊക്കെ ഷമ മുഹമ്മദിനെ തെറി പറയുന്നു. കോൺഗ്രസ്, BJP, DMK, അണ്ണ DMK, മാർക്സിസ്റ്റ്, CP വ്യത്യാസമില്ലാതെ ഷമ മുഹമ്മദിന് ക്രിക്കറ്റിനെ പറ്റി എന്തറിയാം? അവർക്ക് രാഹുൽ ഗാന്ധിയെ പറ്റി പോലും അറിയില്ല. പിന്നെയാണ് ക്രിക്കറ്റ് ടീമിനെ പറ്റി അഭിപ്രായം പറയുന്നത് എന്നൊക്കെ രീതിയിൽ പല അനാവശ്യങ്ങളോ അസഭ്യങ്ങളോ ഒക്കെ എഴുതി വിട്ടു. ഷമ മുഹമ്മദിനോട് ഈ പോസ്റ്റ് പിൻവലിക്കാനും ഖേദപ്രകടനം നടത്താനും കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു. കാരണം ഇവർ പറയുന്ന അഭിപ്രായത്തിൻ്റെ ഉത്തരവാദിത്വം പാർട്ടിക്കാണ്. കോൺഗ്രസ്സുകാരുടെ കൊള്ളരായ്മ കൊണ്ടാണ് ഇവരിങ്ങനെ മണ്ടത്തരം പറയുന്നതെന്നൊക്കെ BJPക്കാരും മറ്റ് താല്പര്യ കക്ഷികളും പ്രചരിപ്പിച്ചു. ഷമ മുഹമ്മദ് ഖേദപ്രകടനം നടത്തിയില്ല. ക്ഷമ പറയാനും തന്നെ കിട്ടില്ല എന്നവർ പറഞ്ഞു. അതേസമയത്ത് ആദ്യം ഇട്ട പോസ്റ്റ് അവർ പിൻവലിച്ചു. സത്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഷമ മുഹമ്മദിനും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഈ ഇന്ത്യൻ ക്യാപ്റ്റൻ ഒരു തടിയനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുള്ള കാര്യമാണ്. അയാൾ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഷമ പുള്ളി തടി കുറയ്ക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ഇമ്പ്രസീവാണ് അൺഇമ്പ്രസീവാണെന്നൊക്കെ നമ്മൾ നമ്മുടെ ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇപ്പോൾ എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നുന്ന ഒരാൾ നിങ്ങൾക്ക് ഒട്ടും ഇമ്പ്രസീവായിട്ട് തോന്നില്ല. ഷമ മുഹമ്മദ് വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് എന്നെനിക്ക് അഭിപ്രായമുണ്ട്. കോൺഗ്രസ് വക്താക്കളിൽ ടോം വടക്കം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പ്രസീവായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഷമ മുഹമ്മദ്.
എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കാതിരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. അത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ്. ഷമാ മുഹമ്മദിൻ്റെ അഭിപ്രായത്തിൽ വീരേന്ദ്ര സെവാഗിനെ പോലെയോ അല്ലെങ്കിൽ കപിൽ ദേവിനെ പോലെയോ വെങ്സാർക്കറെ പോലെയോ അസറുദ്ദീനെ പോലെയോ ഇമ്പ്രസീവായിട്ടുള്ളൊരു ക്യാപ്റ്റനല്ല ഈ ചങ്ങാതി. അതുകൊണ്ട് അവർ ആ അഭിപ്രായം പറയും. അതിന് ബി ജെ പിക്കാരും സി പി എംകാരും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും ഇവരെ ചീത്ത പറയേണ്ട ഒരു കാര്യമില്ല. എൻ്റെ അഭിപ്രായം അതാണ്. പക്ഷേ അത് എൻ്റെ അഭിപ്രായമല്ല ഈ നാട്ടിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കുള്ളത്. അവർ പറയുന്നത് ഷമാ മുഹമ്മദ് പറഞ്ഞ് തോന്നിവാസമാണ് എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചു, ഏറ്റവും കുറഞ്ഞ പക്ഷേ ഞാനെങ്കിലും ആഗ്രഹിച്ചു, അടുത്ത കളിയിൽ ഇന്ത്യ തോറ്റുപോണേ, ഇന്ത്യ സെമി ഫൈനലിൽ തോക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇന്ത്യ തോറ്റില്ല. ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി, ഷമാ മുഹമ്മദ് എങ്ങനെ സഹിക്കും എന്നാലോചിച്ചിട്ട്. ഇന്ത്യ തോറ്റല്ല, ഷമയ്ക്ക് ഇതെങ്ങനെ ക്ഷമിക്കാൻ പറ്റും എന്നാലോചിച്ച് ഞാൻ സങ്കടപ്പെട്ടു. അത് കഴിഞ്ഞ് ഇന്ത്യ ഫൈനലിൽ ഏതായാലും തോക്കും എന്ന് ഞാൻ വിചാരിച്ചു. പോരാത്തതിന് ദുബൈയിൽ വെച്ചാണല്ലോ കളി നടക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യ തോക്കും. ന്യൂസിലാൻഡിനോട് ഇന്ത്യ തോക്കായികയൊന്നുമില്ല, മുമ്പ് തോറ്റിട്ടുണ്ട്, ഇനി തോക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ തോൽക്കും. ഇനി അഥവാ ഇന്ത്യ എങ്ങാനും പൊട്ടഭാഗ്യത്തിന് ജയിച്ചാലും ഈ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അയാളുടെ നടുക്കുറ്റി ആദ്യത്തെ പന്തിന് തെറിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആ കണക്കൂട്ടിൽ തെറ്റിപ്പോയി. ഇയാൾ 76 റണ്ണടിച്ചു. അങ്ങനെ ഷമാ മുഹമ്മദിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലായി. ഇപ്പോൾ എല്ലാവർക്കും ഇന്ത്യ ജയിച്ചാലല്ല, ക്യാപ്റ്റൻ 76 റണ്ണടിച്ചാലല്ല, ഷമാ മുഹമ്മദിൻ്റെ മുഖം ഇങ്ങനെ കടന്നിൽ കുത്തിയ പോലെ ആയല്ലോ എന്നുള്ളതിലാണ് ജനങ്ങൾ സന്തോഷിക്കുന്നത്. നമ്മുടെ ആളുകളുടെ ഒരു ചിന്താഗതി ആലോചിച്ച് നോക്കി. ഇന്ത്യ ജയിച്ചാലല്ല അവർക്ക് സന്തോഷം, ക്യാപ്റ്റൻ 76 റണ്ണടിച്ചാൽ പോലുമല്ല. ഷമാ മുഹമ്മദിൻ്റെ അഭിപ്രായം ആകെ തെറ്റിപ്പോയല്ലോ എന്നതിലാണ് ബഹുഭൂരിപക്ഷം ആളുകൾ, പ്രത്യേകിച്ച് ബി ജെ പിക്കാർ, ഹിന്ദുത്വവാദികൾ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോട് പരമ്പരാഗതമായിട്ട് വെറുപ്പുള്ളവരൊക്കെ സന്തോഷം കണ്ടെത്തുന്നത്. ഇങ്ങനെയുള്ള ചിന്താഗതി മാറാത്തിടത്തോളം കാലം ഈ രാജ്യം ഒരു കാരണവശാലും നന്നാവുകയില്ല. ക്ഷമയാണ് എന്ന് വിചാരിച്ചാൽ അവർ ഭൂമിയെപ്പോലെ ക്ഷമയുള്ള ആളൊന്നുമല്ല. ആ മനുഷ്യൻ്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പടി കാണിക്കരുത്. അതുകൊണ്ട് ഷമാ മുഹമ്മദിനോട് നമ്മളൊക്കെ കുറച്ചുകൂടി സഹിഷ്ണുതയോടെ പെരുമാറണം എന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.